അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷ തസ്കിയത്തുൽ വിൽദാനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തത് ശരിയുത്തരം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന്, സൊഫിയത്ത് ബിൻത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ സഹോദരൻ. ആൻസർ ഹംസ റളിയല്ലാഹു അൻഹു. 2, യാ റസൂലല്ലാഹ് ഔജഅതനി, ഇത് പറഞ്ഞത് ഓ നബിയെ എന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതാരാ പറഞ്ഞത്? ആൻസർ സവാദ് റളിയല്ലാഹു അൻഹു. 3, ഫീ ജീദിഹാ ഹബിലും മിൻ മസദ്, ഇതിലെ ജീദിൻ്റെ അർത്ഥം എന്ത്? ഈ ജീദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ആൻസർ ഉനുഖ് എന്നാണ്, ഉനുഖ്. 4, യഗൂസുൽ ബഹറ മൻ ത്വലബ, യഗൂസുൽ ബഹറ മൻ ത്വലബൽ ലആലി, ലആലി എന്നുള്ളതാണ് ബൈത്താണ്, 5ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത്. 5, പേരക്കുട്ടി എന്നതിൻ്റെ അറബി എന്താ? പേരക്കുട്ടിക്ക് എന്താ അറബി പറയാ? ആൻസർ ഹഫീദ് എന്നാ പറയാ. എന്താ പറയാ? ഹഫീദ്. അത്തബറുക്ക് ബി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പാഠത്തിലാണ് ഈ ഒരു പ്രയോഗം വന്നിട്ടുള്ളത്. 2, ചേരുംപടി ചേർക്കുക. 6, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആൻസർ ഇ ഫൽ യുക്രിം ലൈഫഹു. 7, വമൻ ത്വലബൽ ഉലാ, ആൻസർ ഡി സഹറൽ ലയാലി, രാത്രി ഉറക്കൊഴിക്കണമെന്ന് ബൈത്തിൻ്റെ ബാക്കിയാണ് ചോദിച്ചിട്ടുള്ളത്. ഖാല തആല വ അൻദിർ, ആൻസർ ബി അശീറതക്കൽ അഖ്റബീൻ, നബിയെ അടുത്ത കുടുംബക്കാരോട് നബിയെ തങ്ങൾ താക്കീത് ചെയ്യുക, ഉപദേശിക്കുക. 9, വമാലി സമാനിന, ആൻസർ എ ഐബുൻ സിവാന, ബൈത്തിൻ്റെ ബാക്കിയാണത്. 10, അകുന്തു മുസദ്ദിഖിയ, ആൻസർ സി ആണ് മാ ജറബിന അലൈക കദിബൻ, നബിയെ തങ്ങളുടെ മേൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കളവിനെ പരിചയിച്ചിട്ടില്ല എന്നുള്ള സംസാരമാണത്. ഇനി 3ാമത്തെ വിട്ടഭാഗം പൂരിപ്പിക്കുക. 13, അബൂ ലഹബിൻ്റെ മക്കളായ മുഅത്തിബ് ഡാഷ് എന്നിവർ ഫത്ഹ് മക്ക ദിവസം മുസ്ലിമായി. മുഅത്തിബും പിന്നാര ഉത്തുബത്തും. ഈ 12, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡാഷ് ശേഖരിച്ചു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ശേഖരിച്ചിരുന്നു. 13, വനഹ്ജു ഡാഷ് ബിഗൈരി ദംബിൻ, വനഹ്ജു ദസ്സമാന ബിഗൈരി ദംബിൻ വലൗ നതഖസ്സമാന ലനാ ഹജാന, അവസാനത്തെ 5ാമത്തെ പാഠത്തിലെ ബൈത്താണത്. 14, കുലാമത്ത് എന്നതിൻ്റെ അർത്ഥം എന്താ? കുലാമത്ത് പറഞ്ഞാൽ ആൻസർ നഖക്കഷ്ണം എന്നാണ്. കുലാമത്തതിൻ്റെ അർത്ഥം നഖക്കഷ്ണം എന്നാണ്. 15, ഹംസ റളിയല്ലാഹു അൻഹു ഡാഷ് യുദ്ധത്തിൽ ഷഹീദായി. ഏത് യുദ്ധത്തിലാ? ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. 16, വൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉതിയ ഡാഷ് മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉതിയ 3 ശഅറാത്തിൻ മിൻ ശഅർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിൽ നിന്ന് 3 മുടിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു വാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി 4ാമത്തേത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 17, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്, അതാരാ? ആൻസർ സഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ. 18, അഷാ ഉന്നതിൻ്റെ അർത്ഥം, ആൻസർ അത്താഴം. 19, അബൂ ജഹലിൻ്റെ ഭാര്യ, ആൻസർ ഉമ്മു ജമീൽ. 20, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം വിതരണം ചെയ്ത സ്വഹാബി, ആൻസർ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. 21, അബൂ ലഹബിൻ്റെ മക്കളിൽ ഷാമിൽ വെച്ച് സിംഹത്തിൻ്റെ ആക്രമണത്തിന് വിധേയനായി. ആര്? ആൻസർ ഉതൈബത്ത്. ഇനി നുബയ്യനെ വ്യക്തമാക്കാനുള്ള 22, ഇജ്ലിസു എന്ന് കേട്ട് വഴിയിൽ ഇരുന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? നബി തങ്ങൾ ഇരിക്കൂന്ന് പറഞ്ഞപ്പോൾ വഴിയിലിരുന്നല്ലോ ഒരാൾ, മദീന പള്ളിയുടെ പുറത്ത് ഇരുന്നല്ലോ ഒരാൾ, അയാളോട് എന്താ നബി തങ്ങൾ പറഞ്ഞ്? സാദക അല്ലാഹു ഹിർസൻ അലാ തവാഇയത്തില്ലാഹി വ തവാഇയത്തി റസൂലിഹി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാനുള്ള അത്യാർത്തി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. 23, അബൂ ലഹബിൻ്റെ ഭാര്യയ്ക്ക് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പേര് വിളിക്കപ്പെടാൻ കാരണം എന്ത്? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലിടാൻ മുള്ള് ശേഖരിക്കാറുള്ളത് കൊണ്ട്. 24, ഫഔഖിദ്നി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? പറഞ്ഞത് പ്രതികാരം എടുക്കാൻ പറഞ്ഞപ്പോൾ നബി സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? എഴുത്തക്കനഹു സവാദുന്നോ ഖബ്ബലഹു, എന്താ ചെയ്തത്? നവ ഖബ്ബല ബത്നഹു, അങ്ങനെയാണ് അവിടെ അറബി വാക്ക് കൊടുത്തിട്ടുണ്ട്. സവാദ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ച് തങ്ങളുടെ വയറ്റിൽ ചുംബിച്ചു എന്ന്. എഴുത്തനഖു എന്ന് പറഞ്ഞ പാഠത്തിൽ സവാദ് റളിയല്ലാഹു ആശ്ലേഷിച്ചു എന്ന് കാണാം. 6ാമത്തെ നശ്റഹുൽ മഅന, അർത്ഥം എഴുതാനാണ്. 25, വലൗ നതഖസ്സമാനു ലനാ ഹജാന, 5ാമത്തെ പാഠത്തെ ബൈത്തിൽ നിന്നുള്ളതാണത്. കാലത്തിനെങ്ങാനും
സംസാരശേഷിയുണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മെ ആക്ഷേപിക്കുമായിരുന്നു. 26 മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ വാരിക്കൂട്ടിയ സ്വത്തും അവൻ സമ്പാദിച്ച സന്താനങ്ങളും അവന് ഉപകാരപ്പെടില്ല. 27 ഫൈദാ മിത്തു ഫൽബിസൂനി ദാലിക്കൽ ഖമീസ്, ഞാൻ മരണപ്പെട്ടാൽ പ്രസ്തുത ഖമീസ് എന്നെ ധരിപ്പിക്കണം. ഇനി 7-ാമത്തേത് എന്താ? ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 28 സൂറത്തുൽ മസദിൻ്റെ മറ്റു 2 പേരുകൾ എഴുതുക. സൂറത്ത് തബ്ബത്ത്, സൂറത്ത് അബീ ലഹബ്. 29 ഇലൈക അന്നി, സന്ദർഭം വിവരിക്കുക. മാറി നിൽക്കുമെന്ന് പറഞ്ഞല്ലോ, ആ സന്ദർഭം ഏതാ? ഹംസ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് ചെന്ന സഫിയ ബീവിയെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു തടഞ്ഞു. അപ്പോൾ മഹദി മകൻ്റെ നെഞ്ചത്ത് ഒരടി കൊടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞു. ഇനി 30-ാമത്തേത് വമൻ യുതിഇല്ലാഹ വർ-റസൂല, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണമെന്ത്? വമൻ യുതിഇല്ലാഹ വർ-റസൂല എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അത് ഇറങ്ങാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ അങ്ങയെ കാണാൻ കഴിയില്ലേ എന്നാണ് എൻ്റെ പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഈ ആയത്ത് എന്ത് ഇറങ്ങിയത്? വമൻ യുതിഇല്ലാഹ വർ-റസൂല എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയത്. 31 അനസ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് തൻ്റെ പേരക്കുട്ടിയോട് ചെയ്ത വസിയത്ത് എന്തായിരുന്നു? ആൻസർ, തൻ്റെ ഹനൂത്തിൽ പ്രസ്തുത സുഗന്ധം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിയർപ്പ് കലർത്തിയ ആ സുഗന്ധം ചേർക്കാനാണ് അദ്ദേഹം ചെയ്ത് വസിയത്ത് ചെയ്തത്. 32 മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലും വായിലും വിതരാൻ പറഞ്ഞു. എന്താണ് വിതരാൻ പറഞ്ഞത്? ആൻസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഖകഷ്ണങ്ങളുടെ പൊടി. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ്. 33 സൂറത്തുൽ മസദിൻ്റെ അവതരണ പശ്ചാത്തലം. സൂറത്തുൽ മസദ് ഇറങ്ങാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യപ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി. പിന്നെ സ്വഫാ കുന്നിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് കുറേശികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞല്ലോ, ഈ മലൻ്റെ വേക്കിലൂടെ ആരെങ്കിലും വരുന്നുണ്ടെന്നെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ദീനിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അബൂലഹബ് പറയുന്നുണ്ട്, തബ്ബല്ലക്ക യാ മുഹമ്മദ്, തബ്ബല്ലക്ക എന്ന് പറയുന്നുണ്ടല്ലോ. ആ സംഭവമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? വിവരിക്കേണ്ടത്. അതാണ് സൂറത്ത് മസദ് ഇറങ്ങാനുള്ള പശ്ചാത്തലം. അടുത്ത അബൂലഹബിൻ്റെ അന്ത്യം. രണ്ടാലും ഒന്നാണ് എഴുതേണ്ടത്. അബൂലഹബിൻ്റെ അന്ത്യത്തെക്കുറിച്ച് എഴുതാനാണ്. അബൂലഹബ് എങ്ങനെ നശിച്ചത്? അവനക്ക് ബദർ യുദ്ധത്തിന് ശേഷം 7 ദിവസമാണ് അവൻ എന്ത് ചെയ്ത് താമസിച്ചത്. അങ്ങനെ അവനക്ക് എന്ത് ചെയ്തു? പിന്നെ ഒരു രോഗം പിടിപെട്ടു. പകരുന്നതായ രോഗം എന്ത് ചെയ്ത്? പേടിപ്പെടുത്തുന്ന പകരുന്ന രോഗം പിടിപെട്ടു. അവൻ്റെ കുടുംബക്കാരൊക്കെ അവനെ ഉപേക്ഷിച്ചു. പിന്നെ അങ്ങനെ അവർ പേടിച്ച സമയത്ത്, അപ്പോൾ രോഗം പകരുമെന്ന് പേടിച്ച സമയത്ത് അവരൊരു മക്കയുടെ ഒരു ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. ആ സംഭവമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ അവൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ സംഭവമാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതാണ്ട് 2-1 ഇതാ. ഇനി അടുത്തെന്താ? അല്ലാഹു തആല അത്ഭുതപ്പെട്ട അതിഥി സൽക്കാരം. പിന്നെ അത്തബറക്ക് ബി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അത്ഭുതപ്പെട്ട അതിഥി സൽക്കാരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കണമല്ലോ. ഒരാൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കും. ഭാര്യമാരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലാന്ന്. അങ്ങനെ നബി തങ്ങൾ ചോദിക്കുന്നു, ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോവുക? ഈ അതിഥിയെ ആരാണ് സൽക്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഹാബ പറഞ്ഞു, അനയാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സഹാബി പറഞ്ഞു. അങ്ങനെ സഹാബി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ. അതൊക്കെ വിശദീകരിച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അത്തബറുക്ക് ബി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനെക്കുറിച്ച് നമുക്കൊരു പാഠം തന്നെ 4-ാമത്തെ പാഠത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശങ്ങളെ കൊണ്ട്, നബി തങ്ങളുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കുന്നതിനെക്കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുക? 5 വരിയിൽ കുറയാതെ എഴുതുക. ഇങ്ങനെയാണ് 2025 തസ്കിയത്തുൽ വിൽദാനിലെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.